ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് സ്പൈസി ആയിട്ടുള്ളൊരു പ്രോൺസ് ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഇവിടെ പ്രോൺസ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലുപ്പത്തിലുള്ള പ്രോൺസ് ആണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഇതുപോലെയുള്ളൊരു 10 പ്രോൺസ് ആണ് എടുത്തിട്ടുള്ളത്. അതിനുള്ള അളവുകളാണ് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 10-12 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞെടുത്തതാണ്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില അധികം ചേർത്ത് കൊടുക്കണ്ട. ഇനി ഒരു 4-5 പുതിനയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വിനേഗർ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വിനേഗർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. വിനേഗർ ചേർക്കാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അതായത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ഈ പ്രോൺസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാതും കൂടിയിട്ട് വേണം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട്. കൈ വെച്ചിട്ട് നന്നായിട്ട് ഈ പ്രോൺസിൽ ഈ മസാല നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. 1/2 മണിക്കൂറെങ്കിലും മിനിമം നമ്മളിത് റെസ്റ്റ് ചെയ്യണം. എന്നാലാണ് ഈ മസാലയൊക്കെ നന്നായിട്ട് പ്രോൺസിലേക്ക് പിടിക്കുകയുള്ളൂ. ഇപ്പോൾ 1/2 മണിക്കൂർ വെക്കാനായിട്ട് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം നമ്മൾ ഫ്രീസറിൽ ഒന്ന് വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഞാൻ 1/2 മണിക്കൂർ പുറത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ 2 പച്ചമുളക് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി എടുക്കാം. ഇതിന്റെ കളർ മാറിപ്പോവരുത്. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ലാസ്റ്റിൽ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. എണ്ണയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ആ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ പ്രോൺസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒറ്റ പ്രാവശ്യമായിട്ടാണ് എല്ലാതും ഫ്രൈ ചെയ്തെടുക്കുന്നത്. എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഇപ്പോൾ കുക്കായിട്ടുണ്ട്. നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത സൈഡും ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, അപ്പോൾ കരിഞ്ഞു പോവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് വീതം 2 സൈഡും കുക്ക് ചെയ്തെടുക്കുക. 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക്
തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണ്ട, ഒരു 1/4 കപ്പ് മാത്രം മതിയാവും. ഈ തേങ്ങാപ്പാലിന്റെ ഫ്ലേവറൊക്കെ മീനിൽ നന്നായിട്ട് വലിച്ചെടുക്കണം. തേങ്ങാപ്പാൽ നന്നായിട്ട് വറ്റി വരണം. അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ വലിയ ജീരകം അല്ലെങ്കിൽ പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഈ തേങ്ങാപ്പാലൊന്ന് നന്നായിട്ട് വറ്റി വരുന്നവരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പൊ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇപ്പൊ നമ്മുടെ പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പൊ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം 2 നുള്ള് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓഫ് ചെയ്യുന്നതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. 2 നുള്ള് മാത്രം മതി. ലാസ്റ്റിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്, ആ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയില്ലേ, അതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പ്രോൺസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് പ്രോൺസ് ഫ്രൈ ഉണ്ടാക്കി നോക്കുക. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാങ്ങയിട്ട് വെച്ച ചെമ്മീൻ കറിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു.